സൂപ്പർ ലീഗ് കേരളയിൽ തിരുവനന്തപുരം കൊമ്പൻസിന് ഇന്ന് ആദ്യ ഹോം മാച്ച്. തൃശൂർ മാജിക് എഫ്സിയാണ് കൊമ്പന്മാരുടെ എതിരാളി. രാത്രി 7:30 ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇരു ടീമുകളും സീസണിലെ ആദ്യ ജയം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. ഒരു കാലത്ത് കേരളത്തിന്റെ ഫുട്ബോൾ തലസ്ഥാനം കൂടിയായിരുന്നു തിരുവനന്തപുരത്തെ പ്രശസ്തമായ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾ, ആഭ്യന്തര മത്സരങ്ങൾ, കാണികൾ ആവേശത്തോടെ ഫുട്ബോളിന് നെഞ്ചേറ്റിരുന്ന കാലമുണ്ട് തിരുവനന്തപുരത്ത്. പക്ഷേ കഴിഞ്ഞ കുറെ നാളുകൾ തിരുവനന്തപുരത്ത് ആ ഫുട്ബോൾ ആവേശം ഇല്ലായിരുന്നു. ആ ജീവിരാജ ട്രോഫി അടക്കമുള്ള ടൂർണമെന്റുകൾ സമീപകാലത്ത് നടന്നെങ്കിലും ആ പഴയ ഒരു പ്രതാപത്തിലേക്ക് തിരുവനന്തപുരം എത്തിയിട്ടില്ല. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എത്തിയിരുന്നില്ല. പക്ഷേ ആ സമ്പന്നമായ ഫുട്ബോൾ പാരമ്പര്യത്തിലേക്ക് തലസ്ഥാന ജില്ല, തലസ്ഥാനത്തിന്റെ സ്വന്തം ഗ്രൌണ്ട്, പോലീസ് സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എത്തുകയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം തിരുവനന്തപുരത്തിന്റെ സ്വന്തം ടീമായ കൊമ്പൻസ് അവരുടെ ഹോം ഗ്രൌണ്ടാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. അവർ തങ്ങളുടെ ആദ്യ മത്സരം സമനിലയിൽ പിരിഞ്ഞതുകൊണ്ട് തന്നെ രണ്ടാം മത്സരത്തിന്റെ വിജയത്തോടുകൂടി ഈ ടൂർണമെന്റിൽ മുന്നോട്ട് പോക്ക് സുഗമമാക്കാൻ കൊമ്പൻസ് തയ്യാറെടുക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു. വൈകിട്ട് 7:30 മത്സരം തുടങ്ങും. തൃശൂർ മാജിക് എഫ്സിയുമായുള്ള മത്സരം വളരെ ആവേശത്തോടുകൂടി കാണികൾ ഇവിടേക്ക്, നമുക്കറിയാം ഈ ഗാലറികൾ വലിയ ചരിത്രമുള്ള ഗാലറികളാണ്. ഈ ഗാലറികൾ നിറഞ്ഞു കവിഞ്ഞ് കേരളത്തിന്റെ അഭിമാനങ്ങളായ, ഇന്ത്യയുടെ അഭിമാനങ്ങളായ നിരവധി താരങ്ങളെ ആ രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആർത്തിരമ്പുന്ന കാണികൾ എത്തിക്കൊണ്ടുന്ന ഗാലറികളാണത്. അവിടെ ആ ഒരു കാലത്തിലേക്ക് തന്നെ തിരുവനന്തപുരത്തിന്റെ ഫുട്ബോൾ പാരമ്പര്യം തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കൊമ്പൻസ് ഇവിടെ കളിക്കാരംഗം. നമ്മോടൊപ്പം ഇപ്പോൾ കൊമ്പൻസിന്റെ സഹ ഉടമയായ ചന്ദ്രഹാസൻ ചേരുന്നു. എങ്ങനെയുണ്ട് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ്? കൊമ്പൻസ് ഇവിടെ എത്തുമ്പോൾ ഹോം ഗ്രൗണ്ടിൽ ആദ്യ മത്സരമാണ്, സീസൺ തുടങ്ങുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? ഞങ്ങൾ അതീവ സന്തോഷത്തിലാണ്. കാരണം ഇതിനെ കഴിഞ്ഞ 2 മാസമായിട്ട് ഈ ഫുൾ ഗ്രൗണ്ട് നമ്മൾ ഒരു അന്തർദേശീയ സ്റ്റാൻഡേർഡിലേക്ക് ഇത് നമ്മൾ മാറ്റിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ബാക്കിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നവരും ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രശസ്തരായ സ്റ്റേഡിയം മാനേജേഴ്സ്, ഇതിന്റെ ക്യൂറേറ്റിങ്ങിനുള്ളവർ, ആൻഡ് ദെൻ ഇവിടുത്തെ തന്നെ ഫുട്ബോൾ ഫെഡറേഷനായിട്ട് ചേർന്ന് നൗ വി ഹാവ് മെയ്ഡ് ആൻ അബ്സല്യൂട്ട്ലി വെരി ഗുഡ് ഗ്രൗണ്ട്. ആൻഡ് ആദ്യത്തെ മാച്ചിൽ വി ഹാഡ് ഡൺ 1-1 വിത്ത് കാലിക്കറ്റ്. നമ്മുടെ എവേ ആയിരുന്നു ആദ്യത്തെ മാച്ച്. ആൻഡ് വി ഗോട്ട് എ വെരി സ്ട്രോങ് ടീം. ആ ഒരു പേര് പോലെ തന്നെ വളരെ നല്ല ഒരു ടീം. ആൻഡ് വി ഗോട്ട് എ വണ്ടർഫുൾ കോച്ച് as well. Sergio is an outstanding coach. So both by way of the infrastructure and also the team, I just think we are very hopeful and we are very happy. And also ഇപ്പം നമുക്ക് വീണ്ടും ഇതിന്റെ എന്താ പറയുന്നത്, ഫുട്ബോൾ വസന്തം ഇവിടത്തേക്ക് കൊണ്ടുവരാൻ. ഈ ഗാലറികൾ അങ്ങേക്കറിയാം, അങ്ങേക്ക് പരിചയമുള്ള ഗാലറികളാണ്, പരിചയമുള്ള ഗ്രൗണ്ടാണ്. ഇവിടെ ഉണ്ട് ഫുട്ബോൾ ആരവം, ആവേശമൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. എല്ലാം ഇഷ്ടം പോലെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സോ ആ ഒരു കാലഘട്ടം വീണ്ടും ഇനി മാഞ്ഞു പോകാതിരിക്കത്തക്ക രീതിയിൽ തന്നെ എന്നും തന്നെ ഒരു ഫുട്ബോളിന്റെ ഒരു ശക്തി കേന്ദ്രമായി ഇവിടെ മാറും എന്നുള്ളതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ആൻഡ് ഞങ്ങളുടെ ഒരു ഡ്രീം, ഒരു 4th സീസൺ ഞങ്ങളുടെ സ്വന്തം സ്റ്റേഡിയത്തിൽ ഇത് കളിക്കുമെന്നുള്ളതാണ്. അത് എല്ലാ അന്തർദേശീയ അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേഡിയവും കൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. എല്ലാ പ്രതീക്ഷകളും സഫലമാകട്ടെ, വിജയത്തുടക്കം ഇവിടെ നിന്ന് തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് തലസ്ഥാനത്തെ ഫുട്ബോൾ പ്രേമികൾ. കൊമ്പൻസ് ടീം തലയെടുപ്പോടുകൂടി കൊമ്പൻസ് ഇവിടെ നിന്ന് അടുത്ത മത്സരത്തിനായി മടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. തൃശൂർ ടീമിലുമുണ്ട് CK വിരുന്നിനെ പോലെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഫുട്ബോൾ താരങ്ങൾ. അതുകൊണ്ട് തന്നെ തികച്ചും ആവേശം നിറഞ്ഞ ഒരു മത്സരം തന്നെ നമുക്കിവിടെ പ്രതീക്ഷിക്കാം.